Hello friends, welcome to Mechanical Engineering Solution. ONGC Oil and Natural Gas Corporation Ltd ഒരു റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. ഗ്രാജുവേഷൻ ട്രെയിനി പോസ്റ്റിലേക്ക് എഞ്ചിനീയറിംഗ് ആൻഡ് ജിയോ സയൻസ് ഡിസിപ്ലിനകത്ത് വരുന്നത് ഏകദേശം നല്ല വേക്കൻസി വരുന്നുണ്ട്. നല്ല വേക്കൻസി ആണ്, അത്യാവശ്യം നല്ല വേക്കൻസി വരുന്നുണ്ട്. ഇതിനകത്ത് നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും ഇതൊക്കെ വേക്കൻസിൻ്റെ ഡീറ്റെയിൽസ് ആണ്. അതിൽ ഞാൻ ഒന്ന് കൺക്ലൂഡ് ചെയ്ത് പറയുകയാണെങ്കിൽ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞു പോകുകയാണെങ്കിൽ ഒരുപാട് ടൈം എടുക്കും. ജസ്റ്റ് കൺക്ലൂഡ് ചെയ്ത് പറയുകയാണെങ്കിൽ ടോട്ടൽ വേക്കൻസി ഏകദേശം 309 വേക്കൻസി ഉണ്ട്. 309 വേക്കൻസി ഈ ഒരു എഞ്ചിനീയറിംഗ് ഗേറ്റ് 2021 എഴുതിയ ആൾക്കാർ, ക്വാളിഫൈ ചെയ്ത ആൾക്കാർക്കുള്ള വേക്കൻസിയാണ് പറയുന്നത്. 350 വേക്കൻസിനകത്തും 90 വേക്കൻസി മെക്കാനിക്കൽ, ഇലക്ട്രിക്കലിന് 40 വേക്കൻസി, ഇൻസ്ട്രുമെൻറ്റേഷന് 32 വേക്കൻസി, സിവിലിന് 18 വേക്കൻസി, കെമിക്കലിന് 16 വേക്കൻസി, പെട്രോളിയം എഞ്ചിനീയറിംഗിന് 13 വേക്കൻസി, ഇലക്ട്രോണിക് ആൻഡ് കമ്മ്യൂണിക്കേഷൻ 5 വേക്കൻസി, പിന്നെ ബാക്കിയുള്ള അതർ ഡിപ്പാർട്ട്മെന്റ് എല്ലാം കൂടി 90 വേക്കൻസി ആവും. അത്യാവശ്യം നല്ല രീതിയിലുള്ള വേക്കൻസിയും കാര്യങ്ങൾ വരുന്നുണ്ട്. അപ്പം ഇതിനകത്ത് എസെൻഷ്യൽ ക്വാളിഫിക്കേഷൻ പറയുന്നത് ഗേറ്റ് ക്വാളിഫൈഡ് ആവണം. അതുപോലെ തന്നെ 60% അഗ്രിഗേറ്റ് മാർക്ക് നിങ്ങളുടെ ബിടെക്കിലോ അല്ലെങ്കിൽ ബിയിലോ ഉണ്ടാവണം. ഓക്കെ, അതാണ് വരുന്നത്. അപ്പം ഇത്രയും കാര്യങ്ങളും ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഏജ് ലിമിറ്റ് പറയുന്നത് 30 ഇയേഴ്സ് ആണ്, ആസ് ഓൺ 31/07/2020. അങ്ങനത്തെ കുറേ കാര്യങ്ങൾ. പിന്നെ 28 വയസ്സ് വരുന്നുണ്ട്. AEE പോസ്റ്റ് വരുന്നുണ്ട്. അതുപോലെ തന്നെ സെലക്ഷൻ പ്രൊസീജിയർ എന്നാണ് 60%, അതായത് 100 മാർക്കാണെങ്കിൽ 60 മാർക്ക് നമ്മുടെ ഗേറ്റ് എക്സാമിനും അല്ലെങ്കിൽ ഗേറ്റ് സ്കോറിനും, ബാക്കി വരുന്ന 25 മാർക്ക് നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ. നിങ്ങൾക്ക് ബിടെക് ആണെങ്കിൽ ബിടെക്, എംടെക്, PhD ഉണ്ടെങ്കിൽ എക്സ്ട്രാ അഡീഷണൽ മാർക്ക് കിട്ടും. ഓക്കെ, ഇനി ഇന്റർവ്യൂ സെക്ഷൻ ആണെങ്കിൽ 15 മാർക്ക് അഡീഷണൽ വരുന്നുണ്ട്. ഓക്കെ, അപ്പം ഇന്റർവ്യൂലൊക്കെ നിങ്ങൾക്ക് ബേസിക് മാർക്ക് കഴിഞ്ഞാൽ തന്നെ ഗേറ്റിന് അത്യാവശ്യം നല്ല സ്കോർ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലത്തെ ഒരു കമ്പനിയിൽ ജോലി നേടാൻ പറ്റും. ഇത് ഞാൻ ജസ്റ്റ് കഴിഞ്ഞ ഗേറ്റ് എക്സാമിന്റെ ബേസിൽ ഇപ്പോൾ റിക്രൂട്ട്മെന്റ് നടത്തുന്ന കാര്യം പറഞ്ഞാണ്. ഓൾറെഡി 2022 ഗേറ്റ് എക്സാമിന്റെ ബേസിൽ ഒരുപാട് കമ്പനീസ് ഇപ്പോൾ തന്നെ പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ റിക്രൂട്ട് ചെയ്യാൻ പോകുകയാണെന്നുള്ള രീതിയിൽ. ഓക്കെ, ഇതൊക്കെ പബ്ലിക് സെക്ടർ കമ്പനീസ് ആണ്. നല്ല വേക്കൻസിയും കാര്യങ്ങളും ഉണ്ടാവും. നല്ല സാലറി പാക്കേജ് ഉണ്ടാവും. 1 ലാഖിന് അടുത്ത് സാലറി അല്ലെങ്കിൽ 1 ലാഖിന് അബോവ് സാലറി. ONGCയിലൊക്കെ ഓഫ് ഷോർ വർക്കിന് വരുന്നത് ഏകദേശം 2 ലാഖ് അബോവ് സാലറിയാണ് നിങ്ങൾ വരുന്നത്. ഓക്കെ, ഇതൊക്കെ നിങ്ങൾക്ക് സ്റ്റാർട്ടിംഗ് സ്റ്റേജിൽ തന്നെ നല്ലൊരു ഓഫീസർ പോസ്റ്റ്, എഞ്ചിനീയറിംഗ് പോസ്റ്റിലേക്ക് തന്നെ നിങ്ങൾക്ക് കയറാൻ പറ്റുകയും ചെയ്യും. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് പറഞ്ഞത്. അപ്പം ഇതിന്റെ ലാസ്റ്റ് ഡേറ്റും കാര്യങ്ങളൊക്കെ അടുത്തുപോയി. അത്രയും എന്താ പറയുക, ഓൾറെഡി ഗേറ്റ് ക്വാളിഫൈഡ് ആൾക്കാർ മാത്രം അപ്ലൈ ചെയ്താൽ മതി. ഞാൻ ജസ്റ്റ് ഒരു മോട്ടിവേഷൻ വീഡിയോ പോലെ കണ്ടാൽ മതി ഇതിന്. കാരണം എന്താ വെച്ചാൽ അടുത്ത വർഷം ഗേറ്റ് എക്സാം എഴുതുന്നവർക്ക് ഈ ഒരു വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും എത്രത്തോളം വേക്കൻസിയും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഓക്കെ, ഇതിന്റെ സ്റ്റാർട്ട് ഓഫ് ഓൺലൈൻ ആപ്ലിക്കേഷൻ രജിസ്ട്രേഷൻ എന്ന് പറഞ്ഞാൽ 11/10/2021 ലാസ്റ്റ് ഡേറ്റ്. 1/11/2021, അതായത് നവംബർ 1 വരെയാണ് ആപ്ലിക്കേഷൻ കൊടുക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് വരുന്നത്. ഓക്കെ, അപ്പം ഇത്രയും കാര്യങ്ങളാണ് പറയുന്നത്. പിന്നെ രജിസ്ട്രേഷൻ ഫീ വരുന്നത് 300 രൂപയാണ്. അപ്പം അപ്ലൈ ചെയ്യാൻ, അതായത് ഗേറ്റ് ക്വാളിഫൈഡ് ആയിട്ട് അപ്ലൈ ചെയ്യാതിരിക്കുന്നവരുടെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അപ്ലൈ ചെയ്യുക. ഗേറ്റ് മാർക്കിൻ്റെ ബേസിലായിരിക്കും അവർ ഇൻ്റർവ്യൂവിന് വിളിക്കുക. ഇൻ്റർവ്യൂ സെക്ഷൻ ആണെങ്കിലും ബാക്കിയുള്ള മാർക്ക് സെക്ഷനൊക്കെ ആണെങ്കിലും നിങ്ങൾ അത്യാവശ്യം മാർക്കും ഒക്കെ പെർഫോമൻസ് ഒക്കെ അത്യാവശ്യം നല്ല ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് ജോലി ഉറപ്പായിട്ടും കിട്ടും. ഓക്കെ, അപ്പം ഇനി അടുത്ത വർഷം എക്സാം എഴുതാൻ പോകുന്നവർ ഒന്ന് ശ്രദ്ധിക്കുക. കാരണം ഇതുപോലെ ഒരുപാട് കമ്പനീസ് ഇനി വിളിക്കും. കഴിഞ്ഞ വർഷമൊക്കെ കുറച്ച് ലാഗ് ആയിട്ടുണ്ടായിരുന്നു കൊറോണ കാരണം. ഇപ്രാവശ്യം എന്താ പറയുക, വീണ്ടും ഒരുപാട് കമ്പനീസ് റിക്രൂട്ട്മെന്റ് വിളിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. DRDOയും NPCLും ഒക്കെ ഒരുപാട് വിളിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. നിങ്ങൾക്ക് ഓൾറെഡി ഒന്ന് ഗൂഗിൾ സെർച്ച് ചെയ്താൽ കാണാം ഹൗ മെനി കമ്പനീസ് ആർ ദർ ഇൻ പബ്ലിക് സെക്ടർ അണ്ടർടേക്കിംഗ്, എന്താ പറയുക, ത്രൂ ഗേറ്റ് 2022 വിളിക്കുന്നതെന്നുള്ള രീതിയിലൊന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും എത്രത്തോളം കമ്പനീസ് ഉണ്ടെന്ന്. ഓക്കെ, അപ്പം ഇതുവരെ ഗേറ്റ് പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യാതെ, അപ്ലൈ ചെയ്തിട്ട് പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യാതെ ഇരിക്കുന്നവരാണെങ്കിൽ, അല്ലെങ്കിൽ അടുത്ത വർഷം എക്സാം എഴുതുന്നത്, അല്ലെങ്കിൽ അടുത്ത വർഷം എക്സാം എഴുതുന്നത്, ഫൈനൽ ഇയർ സ്റ്റുഡൻറ്റ് ആയിക്കോട്ടെ, നിങ്ങൾ ഇപ്പോഴേ സ്റ്റാർട്ട് ചെയ്യുക പ്രിപ്പറേഷൻ. ഓക്കെ, നിങ്ങൾക്ക് ലൈഫിൽ ഒരു സെറ്റ് കരിയർ ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ ഇതാണ് ബെസ്റ്റ് ഓപ്ഷൻ. ഞാൻ വേറെ ഒന്നും കൊണ്ട് പറയില്ല, ഞാൻ എൻ്റെ അനുഭവത്തിൻ്റെ ബേസിൽ പറയാണ്. ഓക്കെ, അപ്പം വേറെ ആൾക്കാരുടെ ഇടയിലൊക്കെ അത്യാവശ്യം സ്റ്റാൻഡേർഡുള്ള ജോലി, സെൻട്രൽ ഗവൺമെന്റ് ജോലി, എഞ്ചിനീയറിംഗ് പോസ്റ്റിലെ ജോലി എന്നൊക്കെ പറയുമ്പോൾ എന്തായാലും എല്ലാവർക്കും ഒരു സ്വപ്ന തുല്യമായുള്ള ജോലി ആയിരിക്കും. അതായത് ബേസിക് സാലറി തന്നെ 60,000 70,000 ഉണ്ട്. ബാക്കി അലവൻസും കാര്യങ്ങളൊക്കെ വരുമ്പോഴത്തേക്ക് 1 ലാഖിന് അബോവ് മന്ത്ലി സാലറി ആവുന്നൊരു ജോലി. ഓക്കെ, എല്ലാ അലവൻസും കാര്യങ്ങളും ഗവൺമെന്റ് സെക്ടറിൽ തന്നെ ജോലിയും കിട്ടുന്നത്. ഇത്രയും നല്ലൊരു എന്താ പറയുക കരിയർ ഓപ്ഷൻ വേറെ ഉണ്ടാവില്ല. ഓക്കെ, അപ്പം ഇനി ആരെങ്കിലും ഇതുവരെ കോഴ്സും കാര്യങ്ങളൊന്നും പഠിച്ച് തുടങ്ങാത്ത ആൾക്കാരുണ്ടെങ്കിൽ നമ്മൾ എൻട്രിയിൽ കോഴ്സ് അവൈലബിൾ ആണ്. ഞാൻ വർക്ക് ചെയ്യുന്ന എൻട്രിയിലാണ്, അതുകൊണ്ടാണ് ഞാൻ പറയാൻ കാരണം. എൻട്രിയിൽ അക്കാദമിക് സ്ട്രാറ്റജിസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യാണ്. അപ്പം എൻട്രിയിലെ കോഴ്സുകളും കാര്യങ്ങളൊക്കെ അത്യാവശ്യം നല്ല ബെറ്റർ കോഴ്സുകളാണ്. ഞാൻ ലിങ്ക് താഴെ കൊടുക്കാം. ഒരു ഫോം ഉണ്ടാവും, ഗൂഗിൾ ഫോമിൻ്റെ ലിങ്ക് ഉണ്ട്. അപ്പം നിങ്ങൾ അതുവഴി ജോയിൻ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് മാക്സിമം ഡിസ്കൗണ്ടും കാര്യങ്ങളൊക്കെ കിട്ടും. ഞാൻ പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ടൈം കുറയുന്നതിനനുസരിച്ച് നമുക്ക് പഠിക്കാൻ സമയം തന്നെയാണ് കുറയുന്നത്. എക്സാമിലേക്കുള്ള ടൈം കുറയുന്നു. 1-2 ആഴ്ച കൊണ്ട് പഠിച്ചെടുക്കാൻ പറ്റുന്ന ഒരു എക്സാം അല്ല ഗേറ്റ് എക്സാം. നല്ല കൺസെപ്റ്റും ഒരുപാട് ക്വസ്റ്റ്യൻസും സോൾവ് ചെയ്ത് നല്ല ഹാർഡ് വർക്ക് ചെയ്താൽ മാത്രം ക്വാളിഫൈ ചെയ്യുന്ന എക്സാമാണ്. അതുകൊണ്ടാണ് ഒരുപാട് കമ്പനീസ് ഇതിൻ്റെ ബേസിൽ ചെയ്ത് എക്സാം നടക്കുന്നതും ക്വാളിഫിക്കേഷൻ, അതായത് ഈ ഗേറ്റ് എക്സാം ആക്കി മാറ്റുന്നതും കാരണം.
ഓക്കെ, അതായത് നമ്മളിപ്പം സാധാരണ ഒരു ഗവൺമെന്റ് കോളേജ് പഠിച്ച ആൾക്കാരും അല്ലെങ്കിൽ പ്രൈവറ്റ് കോളേജ് പഠിച്ച ആൾക്കാരും IIT പഠിച്ച ആൾക്കാരും NIT പഠിച്ച ആൾക്കാരും ഒരുപോലെ എഴുതേണ്ട ഒരു എക്സാമാണ് ഗേറ്റ് എക്സാം. അപ്പം അവർക്ക് ചൂസ് ചെയ്യാൻ എളുപ്പമായിരിക്കും. ഇപ്പോൾ ഏത് കമ്പനീസിലേക്ക് റിക്രൂട്ട് ചെയ്യുന്ന സമയത്തും അവർക്ക് അവരുടെ കാൻഡിഡേറ്റിനെ ചൂസ് ചെയ്യാൻ വളരെ എളുപ്പമാണ്. കാരണം അല്ലാതെ അവിടെ വരുന്ന ആൾക്കാർ ചിലപ്പം ഏത് കോളേജിലാണെന്നൊക്കെ സെർച്ച് ചെയ്ത് പോകുന്നതിനേക്കാൾ നല്ലത് ഗേറ്റ് എക്സാമിന്റെ ബേസ് ചെയ്തിട്ട് അവർക്ക് റിക്രൂട്ട്മെന്റ് നടത്തുക വെച്ചാൽ എല്ലാവരും എഴുതിയൊരു എക്സാമാണ്. ഓക്കെ, അതിപ്പോൾ ഏത് കോളേജ് ആയിക്കോട്ടെ, ഏത് ഇൻസ്റ്റിറ്റ്യൂഷൻ ആയിക്കോട്ടെ, ഏത് യൂണിവേഴ്സിറ്റി ആയിക്കോട്ടെ, അതൊന്നും അവിടെ ബാധിക്കുന്നില്ല. അവർ എക്സാം എഴുതുന്നത് ഗേറ്റ് എക്സാമാണ്. ഗേറ്റിന് പ്രിപ്പയർ ചെയ്താൽ മാത്രമേ ഉള്ളൂ ഗേറ്റ് എക്സാം എഴുതാൻ പറ്റും. ഓക്കെ, അപ്പം അതുകൊണ്ടാണ് ഗേറ്റ് എക്സാം ഇത്രയും ഒരു എന്താ പറയുക ടഫ് എക്സാം എന്ന് ഞാൻ പറയില്ല. അതിന് വേണ്ടി പ്രിപ്പയർ ചെയ്താൽ മാത്രം ക്വാളിഫൈ ചെയ്യുന്ന ഒരു എക്സാമാണ് ഗേറ്റ് എക്സാം. ഓക്കെ, അപ്പം ആരെങ്കിലും കോഴ്സ് ഒക്കെ ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ താഴെ ഞാൻ ലിങ്ക് കൊടുക്കാം. അതിൽ ഫോം ഫില്ല് ചെയ്ത് കൊടുത്താൽ മതി. അവർ കോൺടാക്ട് ചെയ്തോളും. ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അവർ പറഞ്ഞുതരും. ഓക്കെ, അപ്പം അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരെ ഇറ്റ്സ് മീ സച്ചിൻ, സൈനിങ് ഓഫ്.